For India, will it become, in terms of support, the US or China? And that will be kind of a defining moment that comes out of the situation that we face with Russia right now. Somewhere Europe has to grow out of the mindset that Europe's problems are the world's problems. But the world's problems are not Europe's problems. If it is you, it's yours. If it is me, it's ours. For India, നമ്മൾ ക്യാബിൻ ക്രൂ എന്ത് ഫുഡൊക്കെ ലൈറ്റിലായിട്ടുണ്ട് നമുക്ക് നമ്മൾ സെയിം ഫുഡ് ആയിരുന്നു പക്ഷെ നമുക്കൊരു ക്വാണ്ടിറ്റി ഇല്ല എത്ര ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചാണ് രാത്രി സ്പിനച്ച് റിപ്പോർട്ടും ജിഞ്ചർ ചിക്കനും റൈസും ആണ് ഞാൻ കഴിച്ചത് പിന്നെ ഇടയ്ക്ക് നമുക്ക് എല്ലാ ക്യാബിനും ഫുഡ് കിട്ടാറുണ്ട് അങ്ങനെ ഒരു ഡെസേർട്ട് കിട്ടി ഭയങ്കര സ്വീറ്റായിരുന്നു പിന്നെ ഞാൻ ചെറിയ റെസ്റ്റ് കഴിഞ്ഞ് എണീറ്റിട്ട് എൻ്റെ ഫ്രൂട്ട്സായിട്ടാണ് സ്പെഷ്യൽ അത് കഴിച്ചു അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നു പിന്നെ ഇതിൽ ഞാൻ ചിക്കൻ പപ്സ് കഴിച്ചത് ഒരു ജർമ്മൻ സ്റ്റൈലായിരുന്നു ഫ്രൂട്ട്സായിരുന്നു നെക്സ്റ്റ് ഒരു ചായ കുടിച്ചു ചെറിയായി ഉറപ്പമായിരുന്നു പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഓംലെറ്റും ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ പ്രോൺസ് തോന്നി ചൈനീസ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓംലെറ്റ് ആണ് കഴിച്ചത് പിന്നെ 2-3 യോഗട്ട് കഴിച്ചു നിങ്ങൾ ക്യാബിൻ ക്രൂ അപ്പൊ നമ്മളിനി ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്റെ ടീച്ചീനെ കളിയാക്കി വരട്ടെ അപ്പൊ നമ്മളിനി ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്റെ ടീച്ചീനെ കളിയാക്കി വരട്ടെ ഇറങ്ങുമ്പോ എന്റെ
CT-നെ കളിയാക്കി തന്നെ. ഞാൻ സെക്സ് യൂസിയാണ്. അപ്പൊ എനിക്ക് ലേസർ സർജറി ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല കുറവാണ്. അപ്പൊ ലേസർ കുറച്ചൊരു സ്കാരി സർജറി ആണ്. ഞാൻ വളരെ മൈൻഡൊക്കെ സെറ്റൊക്കെ ആക്കി ലേസർ ചെയ്യാൻ പോയി. ഞാൻ അത് ഇൻസ്റ്റഗ്രാമിൽ എന്റെ പോസ്റ്റ് ഇടുന്നൊക്കെ ഒരു ക്യാപ്ഷൻ കാര്യം ചെയ്തു. എന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇല്ല ഞാൻ മറ്റേ കാര്യം കേട്ടുള്ള നമുക്കേ പോലെ ഇങ്ങനെ കോലം ചെയ്യാൻ റെഡിയായിരിക്കും. കാരണം ഞാൻ എന്നെ സ്വപ്നത്തിൽ കാണാൻ ഞാൻ കണ്ടുകൊടുക്കുമ്പോൾ മറ്റേ ഐഡന്റിറ്റി സൈഡിൽ നിൽക്കുന്ന അച്ഛൻ കോലം കഴിഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം ആണെങ്കിൽ എനിക്ക് കൊടുക്കാൻ കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ അച്ഛനും അമ്മയും മാത്രം പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൊണ്ടാക്കി തരായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റില്ല വളരെ ക്യാഷിനായിട്ട് വന്നു നടക്കും. ഓ അപ്പൊ ഞാൻ തരാതെ അമ്മയെ കുഴപ്പമില്ല കണ്ണ് നിറയെ ഡാക്ടറോട് കാര്യത്തോട് സാധിക്കില്ല. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ ഞാൻ സെക്സ് യൂസിയാണ്. അപ്പൊ എനിക്ക് ഈ ലേസർ अगर आपको ये जानना है कि आपके हाथ की रेखा के हिसाब से आपके लाइफ में चीजें कैसी होंगी तो आप अभी അങ്ങനെ വലിയ ആനക്കാര്യമൊന്നുമില്ല. മറ്റേ ഞാൻ ഏതോ 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏതോ ക്ലാസ് ടെസ്റ്റ് എന്ന് നടത്തിയപ്പോ എനിക്കിത് ഭയങ്കര ഒരു വേഗ് മെമ്മറിയാണ്. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ഞാൻ ചെറുതായിട്ട് കോപ്പി എടുത്തു. കാരണം എനിക്കെന്തോ അറിയത്തില്ലായിരുന്നില്ല. അപ്പൊ ആരോട് ചോദിക്കും പറയുന്നു എന്തോ കോപ്പി എടുത്തു. എനിക്ക് എങ്ങനെയാണെന്നൊന്നും ഓർമ്മയില്ല. 2ാം ക്ലാസ്സിൽ ഒന്ന് പഠിക്കുമ്പോഴല്ലോ ആ ടീച്ചർ വലിയ പ്ലസ് ഉണ്ടാക്കിയിട്ട് എൻ്റെ അച്ഛനെ മെനെ അച്ഛനും അമ്മയും ക്ലാസ്സിൽ വന്നിട്ട് മറ്റേ ഓപ്പറേഷനാണ് തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞിട്ട് അവർ പോയി. പക്ഷെ എന്തായാലും അങ്ങനെ വലിയ ആനക്കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കാൻ പോകുന്ന ഈ 3 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ കാര്യം ഇന്റർവ്യൂ വേണ്ട, റെസ്യൂമേ വേണ്ട. ആർ യു റെഡി? യെസ് സർ. ആദ്യത്തെ ചോദ്യം, ഉണങ്ങിയ മണ്ണിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ നല്ല മണത്തിന് ഒറ്റ ഇംഗ്ലീഷ് വാക്കിൽ എന്താ പറയുക? റെയിൻ, സോയിൽ സ്മെൽ അല്ല. അടുത്തത്, മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ വരുന്ന ആ വെളിച്ചത്തിന് എന്താ പറയുക? അവസാനത്തിൽ, സന്തോഷവും സങ്കടവും ഒന്നും ബാധിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്ന വാക്കെന്താണ്? സർ എനിക്കറിയാം, പക്ഷെ ആ വാക്ക് കിട്ടുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഐഡിയാസ് ഉണ്ടാകാം. പക്ഷെ അത് നിങ്ങളുടെ കോളീഗ്സിനോടോ ക്ലയൻസിനോടോ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ലോകത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ന് ടെക്കും ബിസിനസ്സും എല്ലാം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം ഇത്ര പാടെന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? 12 വർഷമായി നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളത് പഠിച്ച രീതി തെറ്റാണ്. ഗ്രാമർ റൂൾ കാണാപാഠം പഠിക്കാതല്ല എന്റെ ലക്ഷ്യം. ആലോചിക്കാതെ തന്നെ സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്പീക്കിംഗ് റീഫ്ലെക്സ് ഉണ്ടാക്കിയെടുക്കുക. ആ റിഫ്ലെക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരുന്ന ഒരു ടീച്ചറിന്റെ കൂടെ ദിവസവും നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ